ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനൊക്കെ നോക്കണം കേട്ടോ. പിന്നെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഫർദർ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതെൻ്റെ കാനഡയിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണ്ണീറ്റ് ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ താഴത്തേക്ക് പോരുവാണ് ചെയ്തതും. താഴെ നമ്മൾ നേരെ വന്നത് കിച്ചണിലേക്കാണ്. അപ്പോൾ ആസ് യൂഷ്വൽ നമുക്കിന്ന് ഒരു ചായ ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് എൻ്റെ ഡേ എന്ന് പറയുന്നത് എനിക്കിന്ന് സ്കൂളും ഇല്ല, കോളേജും ഇല്ല, അതേപോലെ തന്നെ ജോബും ഇല്ല. അപ്പോൾ ഒരു വീക്ക് ഓഫ് ഡേ ആണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ചായ ഉണ്ടാക്കി അങ്ങ് സ്റ്റാർട്ട് ചെയ്യുവാണ്. പിന്നെ എനിക്ക് ഈ ഒരു കാനഡയിൽ വന്നിട്ട് കിട്ടിയൊരു ശീലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഫി കൂടിയാണ്. എനിക്ക് ഭയങ്കര ക്രേവ് ചെയ്യുന്നൊരു സാധനമാണെന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു മോർണിംഗ് ഐസ്ഡ് കോഫി. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഞാനൊരു മോർണിംഗ് ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ഐക്കാർട്ടിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ നോക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഞാനപ്പോൾ കോഫി ഉണ്ടാക്കുന്ന ടൈമായപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് ഹസ്ബൻഡ് ഉണ്ടാക്കിയ ചായ എടുത്ത് കുടിക്കുവാണ്. അപ്പോൾ എൻ്റെ ഫേവററ്റ് ഐറ്റമാണ് ഈ ഒരു ഐസ്ഡ് കോഫി. അപ്പം ഞാൻ ഈ ഐസ് കോഫിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഞാനിവിടെ നല്ല വെതറാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടെ നല്ല സ്പ്രിങ്ങാണ്, നല്ലൊരു വെതറായിരുന്നു കേട്ടോ. ഇപ്പോൾ കറൻ്റ്ലി ഞാനിപ്പോൾ വീഡിയോക്ക് വോയിസ് ഓവർ ചെയ്യുന്ന ടൈമും ഈ വീഡിയോ അപ്പാവുന്ന ടൈമൊക്കെ ഇവിടെ സമ്മറാണ്, അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ ഞാൻ വന്നിരുന്നിട്ട് നമ്മുടെ കോഫിയൊക്കെ എൻജോയ് ചെയ്ത് കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ, ഈ ടൈം തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മെയിൽസൊക്കെ ചെക്ക് ചെയ്യാം. കാര്യം ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ എനിക്കത് കൂടുതലും എൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമായിട്ട് മാറിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ മെയിൽ ചെക്കിങ്ങും. അതേപോലെ തന്നെ കാര്യം നമുക്ക് വർക്കിൻ്റെ മെയിൽ വല്ലതും ഉണ്ടോ, അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ കോളേജിൽ നിന്നിട്ട് വല്ല മെയിലുണ്ടോ, അതേപോലെ എന്തെങ്കിലുമൊക്കെ വർക്ക്സൊക്കെ പെൻഡിങ് ഉണ്ടെങ്കിൽ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഈ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഈ കോഫി കുടിക്കുന്ന ടൈം ഒന്നൊരു പീസ്ഫുള്ളായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് മീ ടൈമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്ത് തീർക്കാറുണ്ട്. പിന്നെ എനിക്ക് ഇവിടെ വന്നിട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള വേറൊരു കാര്യമാണ്, നമുക്ക് ഈ നമ്മുടെ കിച്ചൺ ഏരിയയിൽ ഒരു കുഞ്ഞു ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് വെക്കും കേട്ടോ. അത് ഡെയിലി ഞാനിങ്ങനെ മാറ്റാറുണ്ട്. ഇപ്പം കുറച്ച് ഫ്ലവേഴ്സ് കമ്മിയാണെങ്കിൽ ഞാനൊരു 2-3 ഡേയ്സ് ആ ഫ്ലവർ ചെയ്താവണ വരെ വെക്കും കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇവിടെ സ്പ്രിങ്ങും സമ്മറൊക്കെ വരുന്നതുകൊണ്ട് നല്ല കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. സോ ദാറ്റ് ഞാൻ ആ ഫ്ലവേഴ്സൊക്കെ എടുത്ത് ഇങ്ങനെ നമ്മുടെ ഒരു കുഞ്ഞ് ഗ്ലാസ്സിൽ വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ചൊരു ഹാഫ് ആൻ അവറൊക്കെ കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിന്ന് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാനഡയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഇന്ത്യൻ മീലായിരുന്നു ഇത്, നമ്മുടെ ദോശ. എനിക്ക് ഭയങ്കര കൺഫ്യൂഷനും ടെൻഷനും ആയിരുന്നു സത്യത്തിൽ ഇവിടെ ദോശ ബാറ്റർ നമുക്ക് റെഡിയാക്കി കിട്ടുമോ എന്ന് ആലോചിച്ച്. പക്ഷേ ഞാനത് നമ്മുടെ അവനിൽ താഴെ ഇറക്കി വെച്ചിട്ട് ലൈറ്റിട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ബാറ്റർ കറക്റ്റായിട്ട് പൊങ്ങിയൊക്കെ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞങ്ങളൊന്ന് പുറത്തോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ദോശ ഉണ്ടാക്കുന്ന പ്ലാൻ അങ്ങ് അവിടെ അബോട്ട് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഗ്രോസറി ഷോപ്പിങ്ങിനാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ വന്നത് ഈ ഫ്രഷ് കോയിലാണ്, ഞങ്ങൾക്ക് വോക്കബിൾ ഡിസ്റ്റൻസിലാണ് കേട്ടോ ഈ ഫ്രഷ് കോ ഉള്ളത്. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ കുറേ ഇങ്ങനെ ചെടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സെയിലിന്. അതെല്ലാം കണ്ടു. ഇപ്പോൾ നമുക്ക് നമ്മുടെ വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മളതൊന്നും നോക്കാനേ പോയില്ല. നേരെ പോയി അവിടെ നിന്നൊരു കാട്ടും എടുത്ത് നമ്മളിതേ കുറച്ച് വെജിറ്റബിൾസും നമ്മുടെ ഗ്രോസറിയൊക്കെ മേടിക്കാൻ ഇറങ്ങിയേക്കാണ് കേട്ടോ. ഭാഗ്യത്തിന് ഇവിടെ വന്നപ്പോൾ നമ്മുടെ വേപ്പില കിട്ടി. യൂഷ്വലി അത് കിട്ടാറില്ല, ഞാൻ എന്നും തപ്പുന്നതാണ് പക്ഷേ കിട്ടാറില്ല. ബട്ട് ലക്കിലി ഇന്ന് കിട്ടി. അപ്പോൾ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇത്ര സാധനങ്ങളാണ് കേട്ടോ മേടിച്ചേക്കുന്നതും. നമ്മുടെ നാട്ടിലെ കറുത്ത കടല മേടിച്ചിട്ടുണ്ട്, അതേപോലെ കുറച്ച് വെജിറ്റബിൾസ് മേടിച്ചിട്ടുണ്ട്, ലൈക്ക് ഫ്രോസൺ മറ്റേ കോളിഫ്ലവർ, ക്യാരറ്റ്, ബ്രൊക്കോലിയൊക്കെ ഉള്ളത്. പിന്നെ മേടിച്ചേക്കുന്ന ഈ ഒരു മാഷ് പൊട്ടാറ്റോയുടെ ഒരു പാക്കാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു ഗാർലിക് ബ്രെഡ്. ഭയങ്കര ടേസ്റ്റാണ് ഇത്. ഞാൻ ടോസ്റ്ററിലിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ഈസി ഒരു സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ. പിന്നെ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പരിപ്പ് മേടിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ നമ്മുടെ താരം
വേപ്പില അതും ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വേപ്പില കിട്ടാൻ ഭയങ്കര പാടായിരുന്നു നമുക്ക്. ഞാൻ ഈ വന്നിട്ട് ഇത്ര നാളിൽ നോക്കിയിട്ട് ഇന്നാണ് എനിക്ക് ഈ വേപ്പില കിട്ടിയത്. അതും എപ്പോഴും ഞാൻ എപ്പോഴും നോക്കുമ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും കേട്ടോ. ഇതിന് ലൈക്ക് ഓൾമോസ്റ്റ് ഒരു $3 ആയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ്, പക്ഷേ ഇവിടെ നമ്മൾ നല്ല പൈസ കൊടുത്ത് മേടിക്കണം. മേ ബി നമുക്ക് പറ്റുമെങ്കിൽ ഒരു വേപ്പ് മരമൊക്കെ വെക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ലെറ്റ് സി. പിന്നെ കുറച്ച് പൊട്ടാറ്റോ, പിന്നെ ഡെയിലി മേടിക്കുന്ന മെയിൻ സാധനങ്ങളായിട്ടുള്ള ബ്രെഡ് മേടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് റെഡ് അണിയനും അതേപോലെ തന്നെ വൈറ്റ് അണിയനും മേടിച്ചിട്ടുണ്ട്. റെഡ് അണിയൻ ഭയങ്കര വിലയാണ് കേട്ടോ, പക്ഷേ നമ്മുടെ കുറച്ച് ഇന്ത്യൻ കുക്കിങ്ങിനൊക്കെ നമുക്ക് റെഡ് അണിയൻ വേണം. എനിക്ക് ഒരു പ്ലാൻ ഉണ്ട് ഇത്തിരി ഇന്ത്യൻ ചോറും ഒക്കെ ഉണ്ടാക്കാനായിട്ട്, അതുകൊണ്ടിട്ട് മേടിച്ചാണ് കേട്ടോ റെഡ് അണിയൻ. പിന്നെ ഇവിടുത്തെ യൂഷ്വലി യെല്ലോ അല്ലെങ്കിൽ വൈറ്റ് അണിയൻ മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ യെല്ലോ അണിയൻ്റെ ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ പ്രൈസാണ് ആ ഒരു ചെറിയ പാക്ക് ഓഫ് റെഡ് അണിയൻസിന് കേട്ടോ. പിന്നെ നമ്മുടെ ആവശ്യമായി പോയത് കൊണ്ട് ഞാനതന്നെ അങ്ങ് മേടിച്ചു. അപ്പോൾ ഇത്ര സാധനമൊക്കെയാണ് ഞാൻ ഇന്ന് പോയപ്പോൾ മേടിച്ചത്. നമ്മൾ നേരത്തെ കോഫിയൊക്കെ കുടിച്ചുകൊണ്ടും നമുക്ക് അത്യാവശ്യം വിശക്കാത്തത് കൊണ്ടും അത്രയും കഥ പറഞ്ഞില്ലെങ്കിലും സീരിയസ് ആയിട്ട് നല്ല ടൈം കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വന്നൊരു ബ്രഞ്ച് പോലെ നമുക്ക് ദോശ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ തന്നെ ഞാൻ നമ്മുടെ വേപ്പിലേനെ ഒന്ന് എടുത്ത് പ്രിസർവ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വേപ്പിലെല്ലാം കൂടി ഒന്ന് മറ്റേ തണ്ടിൽ നിന്നിട്ട് അടർത്തിയെടുക്കുവാണ് കേട്ടോ. അപ്പോൾ അത് അടർത്തിയെടുത്തതിന് ശേഷം പിന്നെ അതിനെല്ലാം ഞാനൊരു നന്നായി വാഷ് ചെയ്തതിന് ശേഷം പിന്നെ അതൊരു നമ്മുടെ ഐസ് ട്രേയിലാക്കിയിട്ട് വെക്കുവാണ്. പ്രിഫറബിളി ലൈക്ക് ഒരു ദിവസം നമുക്ക് വേണ്ട ഇത്രയും അളവിലെടുത്ത് വെക്കുവാണെങ്കിൽ പിന്നെ ആ ഒരു ഐസ് ക്യൂബ് മാത്രം എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി ഒരു ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ അങ്ങോട്ട് കണ്ടൊരു വീഡിയോ ആണ്. അത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു കേട്ടോ. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇറ്റ് വാസ് ഗുഡ്, ഇറ്റ് വാസ് വർക്കിംഗ്. പക്ഷേ ഒറ്റ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഡീഫ്രോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് ചീത്തായിപ്പോവും. ലൈക്ക് ചീത്തായിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത്തിരി വെള്ളം കയറിയൊരു അവസ്ഥ വരും. നമുക്ക് ഇവിടെ ഇപ്പോൾ അത്യാവശ്യം വിലയുമുണ്ട്. വിലയേക്കാളും കൂടുതൽ അതിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവായതുകൊണ്ട് ഞാൻ ഈ ഒരു പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് അതിന് ഫ്രീസ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അതാകുമ്പോൾ നമുക്ക് കുറേ നാളത്തേക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിനി നമ്മുടെ ലഞ്ച് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ലഞ്ചിന് ഞാൻ ദോശയും സാമ്പാറും കൂട്ടത്തിൽ കുറച്ച് ചട്നിയും കൂടിയാണ് ഉണ്ടാക്കുന്നത്. നമ്മളിന്ന് ആദ്യമായിട്ട് ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കണമുണ്ട്, കുറച്ച് ഗ്രാൻഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാനിത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് പ്ലാൻ ചേഞ്ചസ് ഒക്കെ വന്നതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള ആ സാധനം സ്വിച്ച് ചെയ്ത് നമ്മുടെ ലഞ്ചാക്കിയിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ കഴിക്കാനാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ സാമ്പാറിന് അവസാനം ഞാൻ തട്ടേക്ക് പൊട്ടിച്ചിട്ടു. ഇപ്പോൾ നെക്സ്റ്റ് ഞാൻ ചട്നി ഉണ്ടാക്കുവാണ്. പിന്നെ എനിക്കിപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് അരച്ചിട്ട് നമ്മുടെ ദോശമാവ് ഉണ്ടാക്കിയതുകൊണ്ട് എനിക്കിത്തിരി പേടിയായിരുന്നു ശരിക്കും നമുക്ക് നമ്മുടെ ദോശയൊക്കെ ശരിയായി കിട്ടുമോ എന്നോർത്ത്. പക്ഷേ ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റിൽ തന്നെ നല്ല മുരിഞ്ഞിട്ടുള്ള ദോശ കിട്ടി. അതേപോലെ തന്നെ എനിക്ക് ദോശ ഉണ്ടാക്കാനുള്ള പാത്രമൊന്നും ഇല്ലായിരുന്നു. ഞാൻ പിന്നെ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് അധികം ഇപ്പോൾ എനിക്ക് കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ ഇവിടെ, അധികം പാത്രം ഇല്ല. ലൈക്ക് നമ്മൾ ടിപ്പിക്കലായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാനും ദോശ ഉണ്ടാക്കാനായിട്ടൊക്കെ നമുക്ക് ബാക്ക് ഇൻ ദുബായ് അതെല്ലാം ഉണ്ടായിരുന്നല്ലോ. ഇവിടെ നമുക്കിപ്പോൾ അതൊന്നും ഇല്ല. അപ്പോൾ ഉള്ള പാത്രത്തിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് ചപ്പാത്തിയും ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ തന്നെ ദോശയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ദോശയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഗീ അല്ലെങ്കിൽ ഓയിൽ എന്തെങ്കിലുമൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും കറണ്ടിൽ നമുക്കിപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയായിരുന്നു. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇരിക്കുവാണ്. നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ചട്നിയാണ് കേട്ടോ. ദോശയുടെ കൂടെ ആണെങ്കിലും ഇഡ്ഡലിയുടെ കൂടെ ആണെങ്കിലും ഇഷ്ടം. ബേസിക്കലി ഞാൻ അങ്ങനെ ഇഡ്ഡലി കഴിക്കാറില്ല, പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കേണ്ടി വന്നാൽ കഴിക്കുമ്പോൾ ലൈക്ക് എനിക്ക് ചട്നിയാണ് കൂടുതലിഷ്ടം നമ്മുടെ സാമ്പാറിനെ കമ്പയർ ചെയ്യുമ്പോൾ. നമ്മളിപ്പോൾ സാമ്പാർ ഉണ്ടാക്കിയപ്പോൾ നല്ല കുറുക്കായിട്ടുള്ള സാമ്പാറായിരുന്നു കേട്ടോ. എനിക്കിഷ്ടമാണ് കുറുക്കായിട്ടുള്ള സാമ്പാറും, പക്ഷേ ഇത്രയും കുറുകുന്നത് എനിക്കിഷ്ടമല്ല. ഇത്തിരിയും കൂടെ വെള്ളം വേണമായിരുന്നു. കാര്യം ഇത് ഉണ്ടാക്കി ഞാനൊരു കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിക്കാനായിട്ട് ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത്
ഇത്തിരി ഒന്ന് നല്ല പോലെ കുറുകിയായിരുന്നു. അപ്പോൾ എനിവേ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ കുറ്റം പറയണത് ശരിയല്ലല്ലോ. അപ്പോൾ പിന്നെ എൻ്റെ ഹസ്ബൻഡ് വാസ് ഓക്കെ ആൻഡ് ഹി വാസ് ഹാപ്പി ടു ഹാവ് ലൈക്ക് ഇന്ത്യൻ ഫുഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതങ്ങ് കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇന്ന് പ്രത്യേകിച്ച് സ്കെഡ്യൂൾഡായിട്ട് കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഈവനിങ് ആയപ്പോൾ ഒരു വോക്കിന് ഇറങ്ങിയായിരുന്നു. ഈ ഒരു സ്ഥലം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഇത് ഇന്ന് എനിക്കറിയാൻ പാടില്ല, ഇവിടെ ഒരു ഡിഫറെൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇതാണ്. നമ്മുടെ തൊട്ടടുത്ത് തന്നെ എല്ലാം ഉണ്ട്. ഒരു കാട് പോലെ ഒരു സ്ഥലം, വോക്ക് വേ പോലെയുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എല്ലാ അക്സസിബിലിറ്റീസും തൊട്ടടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഒരു വോക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നതിന് ശേഷം നമ്മൾ ഏർലി ഡിന്നറായിട്ട് ഒരു ബേക്ക്ഡ് സാമണും കുറച്ച് സ്റ്റിർ ഫ്രൈഡ് വെജീസും മാഷ് പൊട്ടാറ്റോസും കൂടെയാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ദിവസം കാണാം. ബൈ.